ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഹോമോ സാപ്പിയൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഓഫീസിൽ നിന്ന് ഒരു ട്രിപ്പ് പോവുകയാണ്, പൊന്മുടിയിലോട്ടാണ്. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്, പൊന്മുടി പോകുന്ന വീഡിയോ. പക്ഷേ അന്ന് എനിക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് നമ്മൾ മാക്സിമം കവർ ചെയ്യുന്ന നമ്മളെ കൂട്ടത്തിൽ നമ്മൾ എത്ര പേരുണ്ട്? 8 പേരുണ്ട്. കുറച്ച് പേര് അവിടെ നിന്ന് ചായ കുടിക്കുവാണ്. ഇത് നെടുമങ്ങാടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ചായക്കും കടിക്കും 5 രൂപയുള്ളൂ. അപ്പോൾ ഇന്ന റെൻറ്റിനെടുത്ത് ഓഫീസിലെല്ലാവരും സെറ്റായി പോവുകയാണ്. അപ്പോൾ ഇതിൽ മിക്കവരും ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമായിട്ട് വരുന്നതാണ് പൊന്മുടിയിലോട്ട്. നിങ്ങളുടെ സ്ഥലം പറ. ആലപ്പുഴ, കണ്ണൂർ. ഇവൻ ഇവിടെ തന്നെ തൃശ്ശൂർ. പിന്നെ അവിടെ നിൽക്കുന്ന ഒരുത്തൻ കോട്ടയം, പാറശാല, കണ്ണൂർ. അപ്പോൾ നമ്മൾ ഇവരെ കൊണ്ടുപോയി പൊന്മുടി കാണിക്കുന്നു. കൂടെ നിങ്ങൾക്കും അവിടുത്തെ വിഷ്വൽസ് കാണിച്ചു തരുന്നു. അപ്പം നമുക്കിനി ആദ്യം നമ്മൾ വീട്ടിൽ പോകുന്നു. വീട്ടിൽ നിന്ന് ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിട്ട് കല്ലാറെന്നാണ് പൊന്മുടി. അപ്പം ഇനി വീട്ടിൽ പോയിട്ട് ബാക്കിയാണ്. ഇവിടെ വരുമ്പോൾ മാക്സിമം നമ്മൾ ടൂറിസ്റ്റ് സ്പോട്ടിൽ തന്നെ ഇറങ്ങാൻ നോക്കണം. കാരണം വേറൊന്നുമല്ല, ഇതേപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്പോട്ടിൽ കുറേ എടുത്ത് കുഴി. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് കയമാണ്. അങ്ങനെ കുറേ സ്പോട്ടിൽ ഡേഞ്ചറസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് അത് മനസ്സിലാവില്ല. അപ്പം ഒന്നെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും കൂടെ വരിക, അല്ലെങ്കിൽ ടൂറിസ്റ്റ് സ്പോട്ടിൽ തന്നെ ഇറങ്ങുക. അവിടെ ആകുമ്പോൾ ഗാർഡ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇവിടെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപായം പറ്റിയാൽ പോലും രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് മാക്സിമം സേഫായിട്ടുള്ളിടത്ത് മാത്രം ഇറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇറങ്ങിയ സ്ഥലത്തെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. നമ്മളിപ്പം കല്ലാറാണ്, ഇനി നമ്മൾ പൊന്മുടിയിലോട്ട് പോവും. അപ്പം പൊന്മുടിയിൽ ഇപ്പം നിലവിൽ വെയിലാണ്, എന്നാലും ഉച്ചയ്ക്ക് ശേഷം മഞ്ഞിറങ്ങാൻ സാധ്യത ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പൊന്മുടിയിലെ വിഷ്വൽസും ബാക്കി ഫുള്ള് ഞാൻ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളിരുന്ന് കാണുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. അതേപോലെയുള്ള കുറച്ച് സ്ഥലങ്ങൾ എല്ലാം നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം ഇപ്പം നമ്മൾ പൊന്മുടിയിലോട്ടാണ് പോകുന്നത് അടുത്ത്. നെക്സ്റ്റ് ഇപ്പം സമയം 2:45. നമ്മൾ പൊന്മുടി പോയിട്ട് അവിടെ ഫുള്ളൊന്ന് ചെയ്തിട്ട് ഒരു വൈകുന്നേരത്തോടെ തിരിച്ചിറങ്ങും. ഇപ്പം നിലവിൽ ക്ലൈമറ്റ് ഓക്കെയാണ്, ഒരു മഴക്കോളുണ്ട്. ബസ്സിൻ്റെ അടി ഇപ്പം തട്ടിയാണ് അവിടെ. നമ്മളിപ്പം പൊന്മുടിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ ഇന്ന് ക്ലൈമറ്റ് ഒന്നുമില്ല, ഫോഗും കാര്യങ്ങളൊന്നുമില്ല. അതിന് കാരണക്കാർ ഇവനെന്നാണ് നമ്മളൊരു നിഗമനം. കാരണം ഇവ എന്നൊക്കെ പൊന്മുടിയിൽ വന്നിട്ടുണ്ടോ അന്നൊന്നും ക്ലൈമറ്റ് കിട്ടിയിട്ടില്ല. അന്ന് മൊത്തം വെയിലായിരിക്കും. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു മഴക്കോള് കാണുന്നുണ്ട്. ആ മഴ പെയ്ത് കഴിഞ്ഞാൽ പൊന്മുടിയിൽ വേറൊന്നുമില്ല കാണാൻ. ഇതേപോലെ കുറേ കുന്നുകളുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് നടന്ന് എല്ലായിടം കാണാം. നല്ല തണുപ്പ് ക്ലൈമറ്റാണ് ഇന്ന്. ഫോഗും കാര്യങ്ങളൊന്നുമില്ല, അതാണ് ഒരു വൈബില്ലാത്തത്. പിന്നെ ഇവിടെ കൂടെ ഒരു അരുവി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്ക് അത് വറ്റിപ്പോയി. നമുക്ക് കൊണ്ട് അവിടെ ഒരു ടവറുണ്ട്, നമുക്കിനി അങ്ങോട്ട് പോകാം. Champagne glass tonight, we toast to freedom in the Caribbean, yeah, in the Caribbean, yeah. Dan, 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 smoke, 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 fire. ചെരുപ്പ് വാങ്ങിച്ചാണ് ദൈവം. ഇത് ഈ ചെരുപ്പ് ഒന്നും ഇട്ടുകൊണ്ട് വരല്ലേ, മാക്സിമം ഷൂ ഇട്ടുകൊണ്ട് വേണം വരാൻ. ഇല്ലെങ്കിൽ ഇതേപോലുള്ള സ്ഥലത്തൊന്നും കയറി പോകാൻ പറ്റൂല. ഇവിടെ കുറേ പേര് സ്ലിപ്പറൊക്കെ ഇട്ടുകൊണ്ട് വന്നു. സ്ലിപ്പറൊക്കെ ഇട്ട്
മുബഷീർ തളർന്നാടാ നീ തളർന്നാ എന്നെ കിതക്കണേ നീ. അപ്പോൾ നമ്മൾ പൊന്മുടി ട്രിപ്പ് ഇന്ന് അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 5 മണി. നമുക്കിനി ഇപ്പം തിരിച്ചാലേ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ട്രിവാൻഡ്രം സിറ്റിയിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് വലിയ ക്ലൈമറ്റ് ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. എൻ്റെ ഇതിനു മുമ്പ് പൊന്മുടിയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ കുറച്ചുകൂടി ക്ലൈമറ്റിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കണ്ടിട്ട് നിങ്ങൾ ആ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പൊന്മുടിയുടെ 2 മുഖം കാണാൻ പറ്റും. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ലൈക്ക് അടിക്കുക, എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ ബൈ, ഇറ്റ്സ് മീ ഹോമോ ഷാഫി.